വെൽക്കം ടു കോലേൺ ക്ലാസ്സസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ആണ്. 10 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന 25 കറണ്ട് അഫെയർസ് എങ്കിലും നോക്കിയിട്ട് പോകുക. ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ 2025 ഓർക്കണം, മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. അപ്പോൾ 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? ആൻസർ സിംലിപാൽ, ഒഡീഷ. ഒഡീഷയിലെ സിംലിപാലാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത് എവിടാണ്? സൗദി അറേബ്യയിലാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത്. അടുത്ത ചോദ്യം, 2025 നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം? JCB പുരസ്കാരം. അപ്പോൾ JCB എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലേ, കുറച്ച് പവറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ ഒരു സംഭവമല്ലേ. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് JCB പുരസ്കാരമാണ്. എന്നാൽ 2025 അതെന്ത് ചെയ്തു? അത് സ്റ്റോപ്പ് ചെയ്തു. അടുത്ത ചോദ്യം, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരെന്ത്? എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. എല്ലാവർക്കും ഓർമ്മ കാണും, ഈയിടെ നടന്നതായതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. അടുത്ത ചോദ്യം, സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. ആരാണ്? വി ശിവൻകുട്ടി. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജു. കിരൺ റിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക്? കെ അരവിന്ദാക്ഷൻ. അപ്പോൾ 2024 കുറേ അവാർഡുകളുണ്ട്. അപ്പോൾ അത് തീർച്ചയായും പഠിച്ചു വെക്കുക, അതിലൊന്നെങ്കിലും ചോദിച്ചിരിക്കും. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് കഴിഞ്ഞ വർഷം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. അടുത്ത ചോദ്യം, 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിൽ. അപ്പോൾ അശോകൻ ചരുവിലിനാണ് 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? A. ജയതിലക് അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? A. ജയതിലക്. ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ കായിക താരം എന്ത് കിട്ടിയതാണ്? ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ? നരേന്ദ്രമോദി. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ. അടുത്ത ചോദ്യം, ലോകത്ത് ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ പശു ആരാണ്? വിയറ്റ്ന 19. അപ്പോൾ ഇന്ത്യയിലല്ല, ലോകത്താണെന്ന് ഓർക്കണം. ഏറ്റവും കൂടുതൽ ലേലത്തുകയ്ക്ക് വിറ്റുപോയ പശുവിൻ്റെ പേരാണ് വിയറ്റ്ന 19. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാന്താർ. അപ്പം നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? നിധിൻ മധുകർ ജാന്താർ. കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. ആരാണ്? KN ഹരിലാലാണ് കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണൻ.